കയർ ബോർഡ് ഓഫീസിൽ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച ജോളി മധുവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. മേൽ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെക്കുറിച്ച് പറയുന്നതാണ് സന്ദേശം. മേലുദ്യോഗസ്ഥരുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. അഴിമതിയുടെ ആനുകൂല്യം തനിക്ക് വേണ്ട എന്ന് ജോളി പറയുന്നുണ്ട്. ജോളിയെ ട്രാൻസ്ഫർ ചെയ്തത് ചട്ടവിരുദ്ധമാണ് എന്നും വ്യക്തമാവുകയാണ്. രോഗാവസ്ഥയിലുള്ളവർക്ക് സ്ഥലം മാറ്റം പാടില്ലെന്ന് കയർ ബോർഡിന്റെ ബൈലോയിൽ ഉണ്ട് എന്നിരിക്കെയാണ് ജോളിയെ സ്ഥലം മാറ്റിയത് എന്ന് കയർ ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ജോളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രിയാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ ഈ പറഞ്ഞ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്യുകയും രാത്രി ശമ്പളം കൊടുക്കാൻ ഓർഡർ ഇടുകയും പിറ്റേ ദിവസം ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുകയും ലീവ് റെഗുലറൈസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു എംപ്ലോയിക്കും ഇങ്ങനെ വരരുതെന്നുള്ളതാണ് ജോളിയുടെ മെസ്സേജ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ചെയർമാൻ ഇല്ല. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ഞങ്ങളുടേത്. ഇപ്പോൾ ഉണ്ടായിരുന്നത് ഒരു കുപ്പിരാമു എന്ന് പറയുന്നൊരു തമിഴനായിരുന്നു. അയാളുടെ ടെന്യൂർ കഴിഞ്ഞു, ജൂലൈയിൽ പോയി. അപ്പം അതുവരെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായില്ല. ഈ അയാളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പം ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പം ശുക്ലയാണ് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിൻ്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അപ്പം അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും റിക്വസ്റ്റ് ചെയ്യാനും കാല് പിടിക്കാനും പോകാൻ ഞാനൊട്ട് തയ്യാറുമില്ല. വേറെ എന്താണെന്ന് വെച്ചാൽ ദൈവം ഒരു വഴി കണ്ടുപിടിക്കട്ടെ. ഞാൻ ആരെയും പറ്റിക്കാനും കൈക്കൂലി കൊടുക്കാനും ഒന്നും ചെയ്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ ഞാനെന്തിനാ ഇവരെയൊക്കെ തൊഴാൻ നിൽക്കുന്നത്? ഇതോടൊപ്പം തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുമ്പ് എഴുതിയ കത്ത് പുറത്തു വന്നിട്ടുള്ളത്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിത് എന്നും ഈ കത്തിൽ ജോളി പറയുന്നുണ്ട്. പേടിയാണ് എന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ല എന്നും കത്തിൽ ജോളി വ്യക്തമാക്കുന്നുണ്ട്. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രനുമൊപ്പം ജോളിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെയാണ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോഴും ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അതിൽ ആജ്ഞ കൂട്ടിച്ചേർത്തിയ ഒന്ന്, ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ജോളിക്ക് ട്രാൻസ്ഫർ നൽകിയത്. രോഗാവസ്ഥ നേരിടുന്ന ഒരാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് കയർ ബോർഡിന്റെ ബൈലോ തന്നെ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അതിന്റെ പൂർണ്ണരൂപം? അഭിലാഷ്, കയർ ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ ജോസഫാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിശദമായി ആ കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായത് അദ്ദേഹമാണ്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് അദ്ദേഹം കയർ ബോർഡ് എംപ്ലോയിയാണ്. അദ്ദേഹത്തിന് അതിന്റെ ബൈലോ കൃത്യമായി അറിയാം. അദ്ദേഹം തന്ന ബൈലോ അനുസരിച്ച് ദ എംപ്ലോയീസ് who are suffering from serious diseases like cancer, heart attack, etc. are also exempted from transfer to other states and will be posted in their respective stations as far as possible. അതാണ് കൃത്യമായി പറഞ്ഞത്. അതായത് ജോളിക്ക് ട്രാൻസ്ഫർ നൽകുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമന്ത്രി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ട്രാൻസ്ഫർ നൽകുന്നത്. ഈ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയ ശേഷം ഇവർ 2016 മുതൽ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അതിനുള്ള ചികിത്സയിലാണ്, അതിൻ്റെ തുടർ ചികിത്സകളുണ്ട്. അത് ആജീവനാന്തം ഈ ചികിത്സകൾ ചെയ്യേണ്ടതാണ് എന്ന് കാണിച്ചുകൊണ്ട് വിദഗ്ധരുടെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതായത് ഈ ഓഗസ്റ്റ് മുതൽ ജനുവരി വരെ, അതായത് ജോളി ആശുപത്രിയിലാകുന്നത് വരെ ശമ്പളം തടഞ്ഞു വെക്കുകയാണ്. അൺഓതറൈസ്ഡ് ലീവ്, അതായത് ലീവ് ആപ്ലിക്കേഷൻ നൽകിയിട്ടും മെഡിക്കൽ ലീവ് ആപ്ലിക്കേഷൻ നൽകിയിട്ടും അൺഓതറൈസ്ഡ് ലീവ് എന്ന് കാണിച്ച് ശമ്പളം തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അത് ജോളിക്ക് നേരെ ഉണ്ടായ തൊഴിൽ പീഡനത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ മുൻ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നത്. ജനുവരി 31 ആശുപത്രിയിലാകുന്ന സാഹചര്യത്തിൽ ഈ
അതുവരെയുള്ള ശമ്പളം വളരെ പെട്ടെന്ന് ജോളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. 5 മാസത്തെ ശമ്പളം ഒന്നിച്ചു വരുന്നു. ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു. അതായത് ജോളി തൊഴിൽ പീഡനത്തിന് ഇരയായ ശേഷം അതുകൊണ്ടുണ്ടായ മാനസിക സമ്മർദ്ദവും ശാരീരികമായുള്ള പ്രശ്നങ്ങളും കാരണമാണ് രോഗാവസ്ഥയിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പെരുമാറിയത് എന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും സഹപ്രവർത്തകനായ ഈ ഉദ്യോഗസ്ഥന്റെയും ആരോപണം. അങ്ങനെ തന്നെയാണ് കയർ ബോർഡിന്റെ ബൈലോ അനുസരിച്ചിട്ട് ഇത്തരത്തിൽ എംപ്ലോയികൾക്ക് നൽകേണ്ടുന്ന സാഹചര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം പരിഗണനകളെ കുറിച്ച് കൃത്യമായി ബൈലോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആ ബൈലോ ലംഘിച്ചു തന്നെയാണ് ഈ ചെയർമാനായാലും അതുപോലെ ജിതേന്ദ്ര ശുക്ല എന്ന് പറയുന്ന സെക്രട്ടറി ആയാലും ഒക്കെ അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് ഇവരുടെ അഴിമതി കണ്ടെത്തിയെന്ന് ജോളിയുടെ നേരെയുള്ള പ്രതികാര നടപടികളാണ് എന്ന് ജോളി കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ഹാസ് സൂചിപ്പിച്ച ആ ലെറ്റർ എന്ന് പറയുന്നത് ജോളി ബോധരഹിതയാകുന്നതിന് തൊട്ടുമുൻപ് എഴുതിയ ലെറ്ററാണ്. സർ എന്ന് അഡ്രസ്സ് ചെയ്തിട്ടാണ് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. എനിക്ക് ചെയർമാനോട് സംസാരിക്കാനാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് എൻ്റെ ഇത് തൊഴിൽ പീഡനത്തിന് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പീഡനമാണ്. എനിക്ക് ശാരീരികമായും മാനസികമായി ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എൻ്റെ ആരോഗ്യത്തെ ഇത് ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു ഈ ലെറ്ററിൻ്റെ അത് അപൂർണമാണ്. ആ ലെറ്റർ പൂർണ്ണമാകാതെ തന്നെ ജോളി ബോധരഹിതയായി വീഴുകയും തുടർന്ന് സെറിബ്രൽ ഹെമറേജിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഒരു സ്ത്രീ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന തൊഴിൽ പീഡനത്തിന് ഉത്തമ ഉദാഹരണമാണ് ജോളിയുടെ മരണമെന്നാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ചീഫ് സെക്രട്ടറിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പരാതി. ഇത്തരത്തിൽ ജോളി വലിയ പരാതികൾ ഉന്നയിച്ചിരുന്നു, ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ അടക്കം പുറത്തു വരുമ്പോൾ ഇതാ കയർ ബോർഡിനെതിരെ വീണ്ടും തൊഴിൽ പീഡന പരാതി ഉയർന്നിരിക്കുകയാണ്. രോഗിയായ ജീവനക്കാരന് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റി എന്ന പരാതിയാണിപ്പോൾ ഉണ്ടാകുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും പരിഗണിക്കാതെ ഒഡീഷയിലേക്കും പശ്ചിമ ബംഗാളിലേക്കും തുടർച്ചയായി സ്ഥലം മാറ്റി എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. സുനിൽ കുമാർ CP-യുടെ മകൻ ആണ് ഇത്തരത്തിൽ, ജീവനക്കാരനായ സുനിൽ കുമാർ CP-യുടെ മകനാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രി, കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ആരോഗ്യനില സംബന്ധിച്ച അനുകൂല റിപ്പോർട്ട് ലഭിച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ കയർ ബോർഡ് തയ്യാറാകുന്നില്ല. കയർ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് വേട്ടയാടലിന് കാരണമെന്നും ഉദ്യോഗസ്ഥന്റെ മകൻ ആരോപിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഓൾറെഡി ഇപ്പോൾ കയർ ബോർഡിൽ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സിൻ്റെ മുകളിൽ ആയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുള്ളിക്ക് ഭുവനേശ്വർ ഒഡീഷയിലേക്ക് ഒരു ട്രാൻസ്ഫർ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒഡീഷയിലുള്ള സമയത്ത് തന്നെ ഒരു ചെറിയൊരു സ്ട്രോക്ക് പോലെ വന്നിട്ട് കയ്യിനും കാലിനും ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2019 വേറൊരു മേജർ സ്ട്രോക്ക് പോലെ വന്നു. പിന്നെ കഴിഞ്ഞ 2024 തുടക്കത്തിലും സ്ട്രോക്ക് പോലെ വന്നു. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഈ പറഞ്ഞ കുറേ ഹയർ ഒഫീഷ്യൽസിൻ്റെ ഹൈലി കറപ്റ്റഡാണ്, എക്സ്ട്രീംലി കറപ്റ്റഡായിട്ടുള്ള ഒഫീഷ്യൽസ് അവരുടെ ഒപ്പം നിൽക്കണില്ല എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ കേസ് പറയാനാണെങ്കിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് കൊൽക്കത്തയിലേക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സംസാരിക്കാൻ ഈ വാക്കുകൾ പറഞ്ഞു വരാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് കൂടിയാണ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഇത് ക്യാൻസൽ ചെയ്യണം, ഇങ്ങനത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇവിടെ തന്നെ റീറ്റേൺ ചെയ്യണമെന്ന് പറഞ്ഞ് വിത്ത് മെഡിക്കൽ ലീവിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞാണ് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ബോർഡ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം ഈ ജോളി മാഡത്തിൻ്റെ അതേ ദിവസം തന്നെയാണ് അച്ഛനെയും വിട്ടത്. ജനറൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് റിപ്പോർട്ട് വന്ന് അച്ഛന് അനുകൂലമായിട്ട് തന്നെ റിപ്പോർട്ട് വന്നു. അതും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ മോഡിലേക്ക് എറണാകുളം മറ്റേ മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലേക്ക് പോകണം, അവിടെ അഡ്മിറ്റ് ചെയ്ത് അത് ഈ പറഞ്ഞ ഈ ഒരു 6 മാസത്തേക്ക് ശമ്പളം കട്ട് ചെയ്തു. ഇത് നമ്മളൊരു മെഡിക്കൽ റിക്വസ്റ്റ് കൊടുത്ത് മെഡിക്കൽ ലീവ് പരിപാടി കൊടുത്ത് ആദ്യം തന്നെ ശമ്പളം അങ്ങോട്ട് കട്ട് ചെയ്ത് പറഞ്ഞു ഒന്നുമില്ല.